ഹായ് ഗായ്സ്, ദിസ് ഇസ് മീ ജുവൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറിയെ പറ്റിയാണ്. ഒരിടത്ത് ഒരു ഷെഫ് ഉണ്ടായിരുന്നു. അവനാണ് കുഞ്ഞുനാൾ തൊട്ടേ അടുക്കളയിൽ അമ്മയുടെ അടുത്തു നിന്ന് ഒരുപാട് ടിപ്സും ട്രിക്സും അങ്ങനെ പഠിച്ച് അവന് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവനിങ്ങനെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്ത് പഠിച്ച് അവനിങ്ങനെ വളർന്ന് തുടങ്ങി. അങ്ങനെ അവൻ ഷെഫിൻ്റെ പരിശീലനത്തിനായി പഠിക്കാൻ പോയി. അങ്ങനെ പഠിച്ച് ഒരു സമയത്ത് അവനൊരു ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടിയപ്പോൾ അവൻ ആദ്യമായിട്ട് അങ്ങനെ ജോലിക്ക് പോയപ്പോൾ അവിടെയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം അവൻ അവിടെ നിന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന സമയത്ത് അവനൊരു ടാസ്ക് ഉണ്ടായി. ഒരാഴ്ച കഴിയുന്ന സമയത്ത് അവിടെ ഒരു വലിയ ഗസ്റ്റ് വരും. ആ ഗസ്റ്റിന് ഒരുക്കുന്നത് ഈ പുതിയതായിട്ട് വരുന്ന ഷെഫായിരിക്കും. അങ്ങനെ ഒരു റൂളുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അവന് ജോലിക്ക് കയറിയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു, നീ ആയിരിക്കണം നാളെ ഗസ്റ്റിനെ എല്ലാം നോക്കേണ്ടത്, നാളെ നിനക്കൊരു വലിയ ടാസ്ക്കാണ് തരുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷെ അവൻ്റെ കൂടെ നിന്ന ഫ്രണ്ട്സ് എല്ലാം അവനെ കളിയാക്കി, അയക്കി ഇവനൊന്നും കട്ട് ചെയ്യാൻ പോലും അറിയത്തില്ല, മര്യാദയ്ക്ക് കട്ട് ചെയ്യാൻ അറിയത്തില്ല, കുക്ക് ചെയ്യാൻ അറിയത്തില്ല, ഇവൻ വന്നതല്ലേ ഉള്ളൂ മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ആ മാസ്റ്ററിൻ്റെ അടുത്താണെങ്കിൽ അവർ ചോദിച്ചു. അപ്പോൾ ആണെങ്കിൽ ഇവനൊന്നും മൈൻഡാക്കിയില്ല. ഞാൻ ചെയ്യാന്നുള്ള രീതിയിൽ ആ മാസ്റ്ററിനോട് ഇവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവനാണ് വീട്ടിൽ പോയി പ്രിപ്പയർ ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെയാണ് അടുത്ത ദിവസം ആയപ്പോൾ ഇവൻ്റെ ആണെങ്കിൽ ടേണായി. അങ്ങനെയാണെങ്കിൽ ആ ഗസ്റ്റിനാണെങ്കിൽ ഫുഡ് കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന കണ്ടുകൊണ്ട് ഇവൻ്റെ ഫ്രണ്ട്സ് വരെ ഞെട്ടി നിന്നു. ഭയങ്കര മാജിക്കലായിട്ടുള്ള രീതിയിലായിരുന്നു അവൻ ചെയ്തത്. അതുമാത്രമല്ല, ഈ ഫുഡ് കഴിച്ചതിന് ശേഷം അവിടുത്തെ ഗസ്റ്റ് ആണെങ്കിൽ ആ മാസ്റ്ററിനെ വിളിച്ചു. ഈ ഫുഡ് ആരും ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ആണെങ്കിൽ മാസ്റ്റർ ചോദിച്ചു, എന്ത് പറ്റി, ഫുഡ് കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആണെങ്കിൽ ഈ മാസ്റ്ററിനോട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഫുഡ് എന്ത് അടിപൊളിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളവയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഇതൊരു മാജിക്കൽ റെസിപ്പി തന്നെ. ഈ ഉണ്ടാക്കിയ ആളുടെ ആ ഒരു കഴിവ് അതത്ര ചെറുതല്ല, ഇവൻ ഇവിടെങ്ങ് നിൽക്കേണ്ടതല്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ അവനെ ഒരുപാട് പുകഴ്ത്തി. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവനെ വിളിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് കൂട്ടുകാരെ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള കഴിവ് എന്താണെന്ന് നമുക്കും അറിയാം, നമ്മുടെ ദൈവത്തിനും അറിയാം. അത് തെളിയേണ്ട സമയമാകുമ്പോൾ ദൈവം അത് തെളിയിച്ച് കൊടുക്കും. സ്മൈൽ ആൻഡ് ബി കോൺഫിഡൻറ്റ്.